ഹലോ, ഇന്ന് നമ്മളുടെ ചാനലിലെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ആണ് കേട്ടോ. ഒരു ലോങ് വീഡിയോ എന്നാൽ ഒരു ഷോർട്ട് വീഡിയോ ആണ്. നമ്മൾ ഇന്നൊരു നൈറ്റ് ഔട്ട് പോവാണ്. നമ്മളെല്ലാവരും ഉണ്ട്. ആദ്യം ഞാനും ഇക്കയും കൊച്ചും കൂടി പോവാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ നല്ല മഴയായിരുന്നു. ഞങ്ങളുടെ ഇവിടെയൊക്കെ മൊത്തം നല്ല ഹെവി ആയിട്ട് മഴ പെയ്യണമായിരുന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എറണാകുളം എത്തുന്നത് വരെ ത്രൂ ഔട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴക്കാറൊക്കെ കണ്ടപ്പം വാപ്പി പറഞ്ഞ് ബൈക്കിന് പോകണ്ട, നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് കാറിന് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കാറിന് പോവാണ്. അപ്പം എല്ലാവർക്കും ഒരു ഔട്ടിങ്ങുമായി, നൈറ്റ് ഔട്ടായി, നമ്മുടെ കാര്യവും നടക്കും. അങ്ങനെ ഞങ്ങളിതേ ഗോശ്രീ പാലെത്തി. കൊല്ലം കുറേ ആയി ഗോശ്രീ പാലത്തിൽ നിന്ന് നോക്കുമ്പോൾ ആ ലൈറ്റുകൾ കാണാൻ തുടങ്ങിയിട്ട്. എന്നാലും അന്നും നോക്കും ഇന്നും നോക്കും, കണ്ണ് നട്ട് നോക്കിയിരിക്കും. എന്തോ ഒരു പ്രത്യേക ഭംഗിയാണത് കാണാൻ. മഴയും കൂടി ആകുമ്പോൾ പിന്നെ പറയേ വേണ്ട. ഗോശ്രീ പാലത്തിലെ മഴയ്ക്കൊരു പ്രത്യേക ഭംഗിയാണ്. അങ്ങനെ കഥ പറഞ്ഞിരുന്ന് നമ്മൾ എറണാകുളം എത്തി. നമ്മളിവിടെ ഒരു ഷോപ്പിൽ പോകാൻ വേണ്ടി വന്നതാണ്. അപ്പം ഇക്ക മാത്രമേ പോകുന്നുള്ളൂ. ഇക്ക ഓൾറെഡി കടയിൽ ഇറങ്ങിയിട്ടുണ്ട്, ഷോപ്പിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാവരും കൂടി, മഴയായതുകൊണ്ട് എങ്ങും വേറെ പോകാനൊന്നും പറ്റില്ല. അപ്പം നമ്മൾ കാറിൽ തന്നെ ഇരിക്കുകയാണ്. കാറിലിരുന്നാണ് നമ്മുടെ ഇന്നത്തെ ചില്ലിങ്. ഇവനാണ് ഏറ്റവും കൂടുതൽ ചില്ല് ചെയ്യണ കാറിലിരുന്ന്. അങ്ങനെ കാറിലിരുന്ന് ചില്ല് ചെയ്ത് അവന് മതിയായപ്പം പുറത്തിറങ്ങി ചില്ല് ചെയ്യണമെന്ന് പറഞ്ഞ് കരച്ചിലായി. അങ്ങനെ അതേ നമ്മൾ അവിടെ തന്നെ കാർ പാർക്ക് ചെയ്തിട്ട് പുറത്തിറങ്ങി ചുമ്മാ അവിടെ നിന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവനെ കൊണ്ട്. നമ്മൾ ഏകദേശം ഒരു 8:30 സമയമൊക്കെ ആയി എറണാകുളം എത്തിയപ്പം. സ്റ്റിൽ എറണാകുളം ലൈവാണ്. ഒരുപാട് ഷോപ്പ്സ് ഓപ്പണാണ്, കുറേ എണ്ണം ക്ലോസ് ആയി. ആളുകൾ ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരാവശ്യങ്ങൾക്ക് പോകുന്നുണ്ട്, വീട്ടിലേക്ക് പോകുന്നുണ്ട്, ഇതേപോലെ നൈറ്റ് ഔട്ടിന് വരുന്നുണ്ട്. ഓൾവേസ് എന്നത്തെയും പോലെ എറണാകുളം ലൈവായിട്ട് തന്നെ ഇരിക്കണം. അപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുള്ള ഒരു ഷെൽട്ടറിൻ്റെ അടിയിലാണ് ഈ നിൽക്കണം. ഇവനോട് അകത്തിരിക്കാൻ പറഞ്ഞിട്ട് അവൻ ഇരിക്കുന്നുമില്ല. പിന്നെ ഞങ്ങളിങ്ങനെ ചില്ല് ചെയ്തുകൊണ്ടിരിക്കണം. അവിടെ നിന്നിങ്ങനെ ചുമ്മാ പാട്ടൊക്കെ പാടി ലൈറ്റൊക്കെ കാണിച്ച് അവനെങ്ങനെ. അത്യാവശ്യം നല്ല വെയിറ്റിംഗ് ഉണ്ടായിരുന്നു നമുക്ക്. കാരണം ഷോപ്പിൽ പോയിട്ട് സാധനം കുറച്ച് കാര്യങ്ങൾ എടുക്കാനും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിന് അത്യാവശ്യം ടൈം എടുക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അത്യാവശ്യം കുറച്ചധികം നേരം ഞങ്ങളവിടെ നിന്നിങ്ങനെ ചില്ല് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വീട്ടിൽ ചോറും മീൻ കറി ഉണ്ടെങ്കിലും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഹോട്ടലിലെ മണം അടിച്ചില്ലെങ്കിൽ എന്താണാവോ ഞങ്ങൾക്കൊരു സമാധാനം കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏറ്റവും അടുത്തുള്ളൊരു ഹോട്ടലിൽ വന്ന്. കണ്ടാൽ അത്യാവശ്യം എല്ലാവർക്കും അറിയായിരിക്കും, ചാർക്കോൾ ഷാക്കാണ്. ഞങ്ങൾ ഇടയ്ക്ക് വരാറുള്ള സ്ഥലമാണ്. ഇപ്പോൾ ഒത്തിരി നാൾ കൂടിയിട്ടാണ് വരണേ. അതുകൊണ്ട് തന്നെ ഫുഡിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം കുറേ കാലത്ത് തിന്നാണ്. പിന്നെ അവിടുത്തെ ഫുഡ് അത്യാവശ്യം നല്ല ഫുഡ് തന്നെയാണ്. പക്ഷെ അവിടെ ഭയങ്കര വെയിറ്റിംഗ് ആണ്. എന്നത്തെയും പോലെ നല്ല നല്ല തിരക്കായിരുന്നു. ഇവിടെ അവർക്ക് ഫേമസ് ഒരു മന്തിയാന്ന് തോന്നുന്നു. ട്രൈ ചെയ്യാത്തവരൊക്കെ ജസ്റ്റ് ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്ക്, നല്ലതാണെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. എന്തായാലും ഞങ്ങൾ ഫുഡ് വെയിറ്റ് ചെയ്യാണ്. ഓൾറെഡി ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് ടേബിളിന് വേണ്ടി. ഇപ്പോൾ ടേബിൾ കിട്ടിയിട്ട് ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാണ് ഫുഡിന് വേണ്ടി. അതുവരെ അവനുണ്ട്, മോൻ നല്ല കളിയാണ്. അവനവിടെ വെള്ളം വെച്ചിട്ട് കപ്പും വെള്ളവും ഒക്കെ വെച്ചിട്ടുള്ള കളിയാണ്, ഫുള്ള് കളി. പിന്നെ പാട്ടുണ്ട് ഓൾറെഡി, പാട്ടിൻ്റെ ഡാൻസും എല്ലാം ഉണ്ട്. അവൻ്റെ വാപ്പിയും ഉമ്മിമ്മയാണ് അവന് മെയിൻ പാർട്ട്നേഴ്സ് കളിക്കാനുള്ള. വാപ്പി ഉണ്ടെങ്കിൽ പിന്നെ അമ്മയ്ക്ക് വേറെ ഒന്നും വേണ്ട, ഫുൾ കളിയാണ് വാപ്പിയുടെ കൂടെ. വാപ്പിയാണെങ്കിൽ ഇവൻ ചെറുത് പറയുമ്പോൾ വാപ്പി അതിലും വലുത് പറയുന്നുണ്ട്. രണ്ടുപേരും കണ്ടില്ലേ, വലിയതുള്ളല്ലാണ്ട് രണ്ടുപേരും. അപ്പോൾ പിന്നെ ഭയങ്കര ഹാപ്പി ആയിട്ട് രണ്ടുപേരും ഡാൻസും കളിയും പാട്ടും. ഓരോ പാട്ട് മാറുന്നതനുസരിച്ച് ഓരോ പുതിയ പുതിയ സ്റ്റെപ്പ് ഇടുക. അത്യാവശ്യം ഭയങ്കര കളിയായിരുന്നു. പക്ഷേ സാധാരണ എവിടെയെങ്കിലും പോയാൽ അത്യാവശ്യം അലമ്പില്ലാണ്ടിരിക്കുന്ന കൊച്ചായിരുന്നു. പക്ഷെ ഇന്ന് ഇത്തിരി അലമ്പ് കൂടുതലായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ആമ ഇന്ന് കുറച്ചധികം പ്രശ്നമായതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ വീഡിയോസും ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. ഇൻഷാ അല്ലാഹ് ഇനിയും ഞങ്ങൾ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ വീഡിയോ വരുമ്പോൾ എല്ലാവരും കാണാൻ വേണ്ടി ഓടി വരണം. അപ്പോൾ ബൈ.